ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫാൻറ്റസി ജേണിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് അഖിൽ ബാലസുബ്രഹ്മണ്യൻ. അപ്പോൾ എല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിൽ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല വീട്ടിലിരുന്നിട്ട്. ഞാൻ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ട് വ്ളോഗാണ്. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ മൊബൈലത്തെ മെമ്മറിയൊക്കെ ഫുള്ളായപ്പോൾ പല വീഡിയോകൾ ഇങ്ങനെ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് വീഡിയോ ക്ലിപ്സുകൾ കണ്ടത്. 2 ആഴ്ച മുമ്പ് എടുത്ത് വെച്ച കുറച്ച് വീഡിയോ ക്ലിപ്സുകളാണ്. കാരണം എന്നല്ല, വീട്ടിൽ കുറേ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു, മരത്തിൻ്റെ കടകൾ. അപ്പോൾ ആ കടകളൊക്കെ നമ്മൾ JCB ഉപയോഗിച്ച് പറയ്ക്കുന്ന കുറച്ച് ക്ലിപ്സുകളാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കൗതുകത്തിന് വേണ്ടി എടുത്ത് വെച്ചാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് നല്ല രസം തോന്നി കണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ആ ക്ലിപ്സുകൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ചോദിച്ചു. അപ്പോൾ JCB ഉപയോഗിച്ച് നമുക്ക് തെങ്ങിൻ്റെ കടകളൊക്കെ പറിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ആ ഒരു ഏരിയ ക്ലിയർ ആവും, എത്ര നേരം എടുക്കും ഒരു തെങ്ങിൻ്റെ കട പറിക്കാൻ, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോ ക്ലിപ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന മരങ്ങളുടെ കടകളാണ് നമ്മൾ JCB ഉപയോഗിച്ചിട്ട് പറിച്ചെടുക്കാൻ പോകുന്നത്. ഇതൊരു ചെറിയ ചെന്തെങ്ങിൻ്റെ സ്റ്റമ്പാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് പുളിമരത്തിൻ്റെ കടയാണ്. അതിൻ്റെ അപ്പുറത്ത് വലിയൊരു തെങ്ങുണ്ടായിരുന്നു, അതിൻ്റെ കടയാണ്. അപ്പോൾ നമ്മൾ ഈ കടകളൊക്കെ തീയൊക്കെ ഇട്ട് നോക്കി, പിന്നെ കോടാലി കൊണ്ടൊക്കെ കൊത്തിയൊക്കെ നോക്കി. പക്ഷെ ഒരു രക്ഷയില്ല, ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മൾ പരാജയപ്പെട്ടപ്പോഴാണ് നമ്മൾ JCB വിളിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് വിളിച്ചിട്ടുള്ളത് ചെറിയൊരു JCB ആണ്. കാരണം പറമ്പിൻ്റെ ഉള്ളിലൊക്കെ ആയിരുന്നു, കുറച്ച് ചെറുതായിരിക്കും കംഫർട്ടബിൾ, ചെറുതാണ് വിളിച്ചിട്ടുള്ളത്. ഇത് മണിക്കൂറിന് 900 രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. പലയിടത്തും പല റേറ്റൊക്കെ ആയിരിക്കും. പിന്നെ എക്സ്ട്രാ ഒരു ബാറ്റാന്നൊക്കെ പറഞ്ഞിട്ട് 500-600 രൂപ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ വീടിൻ്റെ വരണ വഴിയിലുള്ള സൈഡിൽ നിൽക്കുന്ന ഒരു തെങ്ങിൻ്റെ കടയാണ് പറിക്കാൻ പോണത്. ഇത് പറിക്കാന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഇത് കുറച്ച് പണിയുണ്ട്. ഇതിൻ്റെ സൈഡിലാണ് നമ്മൾ ആദ്യം വാരം കോരിയെടുക്കേണ്ടത്. കാരണം സൈഡിലത്തെ വേരുകൾ പതുക്കെ പൊട്ടിച്ചെടുത്താണ് ഇതിൻ്റെ സെൻറ്റർ ലൂസാവുള്ളൂ. എന്നിട്ടാണ് നമ്മൾ പതുക്കെ ഇളക്കി എടുക്കുള്ളൂ എന്നാണ് നമ്മുടെ ഡ്രൈവറായിട്ടുള്ള അണ്ണൻ പറഞ്ഞത്. അണ്ണൻ തമിഴ്നാട്ടുകാരനാണ്. അപ്പോൾ ഇതിന് ചുറ്റും നമ്മൾ വാരം കോരിയെടുക്കണം എന്നാണ് പുള്ളി പറയണത്. അതാണ് പുള്ളി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അണ്ണൻ പറയുന്നത്. തെങ്ങിൻ്റെ കട കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് തെങ്ങിൻ്റെ കട. അപ്പോൾ ഈ തെങ്ങിൻ്റെ കട ഇടാൻ വേണ്ടി നമുക്ക് അത്യാവശ്യം നല്ല വലിയൊരു കുഴി എടുത്താൽ മാത്രമാണ് നമുക്ക് പറ്റുള്ളൂ. ഏകദേശം ഒരു 4-4.5 അഞ്ചടിയെങ്കിലും ഒരു കുഴി എടുക്കണം. പണ്ണൻ അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ കുഴിയിലേക്ക് പോയി അവിടെ എടുക്കട്ടെ. അപ്പോൾ എന്താ പറയുക, പിന്നെ ഈ മണ്ണിട്ട് മൂടാണ്. ഇനി പതുക്കെ ഒരു 5-6 മാസം എടുക്കും, 1 വർഷം കൊണ്ടൊക്കെ എടുക്കുന്നതാണ് അതിൻ്റെ വേരൊക്കെ പതുക്കെ ദ്രവിച്ച് പോകാനായിട്ട്. അപ്പോൾ ഈ സസ്യങ്ങളുടെ വേരായതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, ഭൂമിയിൽ എടുക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. ചതൽ വരുമെന്നാണ് പലരും പറയുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഭൂമി അവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പോൾ അടുത്ത തെങ്ങ് നമ്മൾ പറിക്കാൻ പോവാണ്. ഇത് ചെന്തെങ്ങിൻ്റെ ചെറിയൊരു കടയാണ്. ഇത് പെട്ടെന്ന് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം അത്ര പഴക്കമൊന്നുമില്ല. 10-12 വർഷം പഴക്കമുള്ള അതിന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റൊക്കെ മാക്സിമം വരുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിട്ടേണ്ടതാണ്. നോക്കാം നമുക്ക് എങ്ങനെ വരുന്നു. അങ്ങനെ നമ്മൾ ചെന്തെങ്ങിൻ്റെ കടയും പറിച്ചെടുത്തിരിക്കുകയാണ്. പിന്നെ ആ കുഴിയിൽ കൊണ്ടിടാം നമുക്ക്. അപ്പോൾ ഇത് ഏകദേശം 20-25 മിനിറ്റോളം എടുത്തിട്ടാണ് ഈ ചെറിയ തെങ്ങിൻ്റെ കടയിലും പറിക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത്. അപ്പോൾ ചെറുതായെങ്കിലും 10-12 വർഷം പഴക്കമുണ്ട്. അപ്പോൾ അത്ര സ്ട്രോങ് ഉണ്ട് ആ സാധനം. പിന്നെ ഇവിടെ കുറേ കച്ചറകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ആ കുഴിയിൽ എടുത്തിടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അതിൽ നമുക്ക് കൊണ്ടിടാം. അപ്പോൾ ഇതും ചെറിയ തെങ്ങിൻ്റെ കത്തിച്ച് കഷ്ടങ്ങളാണ്. ഇപ്പോൾ കുറേ കച്ചറകളൊക്കെ ആ കുഴിക്കൊണ്ട് പോട്ടെ. ഇപ്പോൾ 2 തെങ്ങിൻ്റെ കടകളാണ് അപ്പോൾ ഈ കുഴിയുടെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ ഇതിട്ടിട്ടപ്പോൾ ഇനി മണ്ണിട്ട് പതുക്കെ ഇനി മൂടി ഇനി ഫ്ലാറ്റ് പോലെ ആക്കാണ്. ഉണ്ടല്ലേ, ഇപ്പോൾ നല്ല അടിപൊളി ആ ഒരു ഭാഗം തന്നെ ഒരു ഫ്ലാറ്റായി. പിന്നെ കുറച്ച് മണ്ണ് ബാക്കിയുണ്ട്, കാരണം ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ ദ്രവിച്ച് വരുമ്പോൾ മണ്ണ് ഇടിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ മണ്ണ് ഇടിയാനനുസരിച്ച് നമ്മൾ മേലത്തെ മണ്ണ് ഇട്ട് കൊടുത്താൽ മതി എന്നാണ് നമ്മുടെ അണ്ണൻ പറയണത്. ഉണ്ടല്ലേ, ഇവ ഇപ്പോൾ ഈ ഏരിയ തന്നെ സെറ്റായിട്ടുണ്ട്. പിന്നെ മുമ്പ് മരത്തിൻ്റെ കുറ്റി കയറാൻ നമുക്ക് നടക്കാനൊന്നും ഈ ഭാഗത്തേക്ക് വരാൻ പറ്റില്ല. നല്ല അടിപൊളി ഏരിയ. പിന്നെ കുറേശ്ശെ മഴയ്ക്ക് പെയ്ത് കഴിയുമ്പോൾ മണ്ണ് ഉള്ളിലേക്ക് കുറച്ച് പോകും. അപ്പോൾ ആ മണ്ണ് സൈഡിലത്തെ മണ്ണ് ഇട്ട് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, JCB വിളിക്കുമ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് നമ്മൾ പറയണം അവരുടെ അടുത്ത്. കാരണം ചെറിയ മരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ JCB വിളിച്ചാൽ മതി. അതല്ല വലിയ തെങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ JCB വിളിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വലുതാകുമ്പോൾ അതിൻ്റെ പവർ കൂടുതലാണ്. 76 HP ആണ് അതിൻ്റെ പവർ. ചെറുതാകുമ്പോൾ 28 HP ആണ് അതിൻ്റെ പവർ വരുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അത് നമുക്ക് അറിയേണ്ടായിരുന്നില്ല. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മളത് മനസ്സിലാക്കിയത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കുറച്ച് സമയം എടുത്താലും നമ്മൾ അത് പറിച്ചെടുത്തു എന്തായാലും. പക്ഷേ വലിയ JCB ആയിരുന്നു നമുക്ക് വിളിച്ചാൽ മതിയായിരുന്നു ഇവിടെ. കാരണം ഇവിടേക്ക് വരാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കത് അറിയേണ്ടായിരുന്നില്ല, നമ്മൾ പിന്നീടാണ് അത് അറിഞ്ഞത്. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്.
അപ്പോൾ ലാസ്റ്റത്തെ തെങ്ങാണ് പറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വീടിൻ്റെ വരണ വഴി തന്നെയുള്ള ഒരു സൈഡിലത്തെ ഒരു തെങ്ങാണ്. അപ്പോൾ ഈ തെങ്ങും കുറച്ച് പാടാണെന്നാണ് അണ്ണൻ പറയുന്നത്. കാരണം ഇതിൻ്റെ വേരുകൾ മതിലിൻ്റെ അടിയിലോട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ മതിൽ പുതിയ കെട്ടിയാണ്, കരിങ്കലിൻ്റെ മതിലാണ്. അപ്പോൾ അവിടെ ഒരുപാട് ഇട്ട് ഇളക്കാൻ പറ്റില്ല. അവിടെ ഇളക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ആ മതിലൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നതാണ് അണ്ണൻ പറയുന്നത്. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് പുള്ളി ചെയ്യണത്. അപ്പോൾ നമ്മളിതിന് വിട്ടോളം പറഞ്ഞു, പക്ഷെ അണ്ണൻ ഒന്നുകൂടി ശ്രമിക്കുന്നുണ്ട്. നോക്കാം എങ്ങനെ വരുന്നു. JCBയുടെ അതിഭയങ്കരമായിട്ടുള്ള ശബ്ദം കേട്ടിട്ട് നമ്മുടെ അയൽക്കാരനായിട്ടുള്ള നമ്മുടെ സ്വന്തം പോളേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ പോളേട്ടൻ പല നിർദ്ദേശങ്ങളും നമ്മുടെ ഡ്രൈവറായിട്ടുള്ള അണ്ണന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അണ്ണൻ അതനുസരിച്ച് പല കസർത്തുകളും ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല, തെങ്ങ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ എടുത്താൽ പറഞ്ഞിട്ട് ഈ തെങ്ങിൻ്റെ പിന്നിൽ നമ്മൾ വാരം കോരാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഒരു രക്ഷയില്ല, തെങ്ങ് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം അണ്ണനാകെ ഭ്രാന്തായി തുടങ്ങിയിട്ടുണ്ട്. അണ്ണൻ പുതിയ നൂതന പരീക്ഷണങ്ങളൊക്കെ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെയൊക്കെയാണ് ഇപ്പോൾ അണ്ണൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പല പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് എന്നിട്ടാണ് അണ്ണൻ പുതിയ നൂതന പരീക്ഷണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വരുന്നു. ഈ സാധനം നല്ല സ്ട്രോങ് ആയിട്ടാണ് ഉള്ളിലോട്ട് പോയിരിക്കുന്നത്. നമ്മൾ JCB കൊണ്ട് ഒരുപാട് ഫുൾ പവർ കൊടുത്തിട്ട് അമർത്തിയിട്ട് പോയ സാധനത്തിന് അതിൻ്റെ എനക്കില്ല. എങ്ങനെ വരുന്ന അറിയില്ല. അങ്ങനെ ഏകദേശം 45-50 മിനിറ്റിൻ്റെ പരിശ്രമം കൊണ്ട് നമ്മൾ ആ തെങ്ങിൻ്റെ കട പറിച്ചെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ, പറിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര കഷ്ടപ്പെട്ടു. അണ്ണൻ വേര് മതിലിൻ്റെ ഉള്ളിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ആ സാധനം എടുത്തത്. അപ്പോൾ മതിലിൻ്റെ സൈഡിലത്തെ കല്ലുകളൊക്കെ കുറച്ച് ഇളകിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി വേറെ ഒന്നും നോക്കണില്ല, അത് അങ്ങനെ തന്നെ അവിടെ ഇട്ട് മൂടാനുള്ള പരിപാടിയാണ്. ഇനി അതിൽ സൈഡിലത്തെ കല്ലുകളൊക്കെ കുറച്ച് ഇളകിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ അങ്ങനെ തന്നെ അവിടെ ഇട്ട് മൂടാണ് ചെയ്യുന്നത്. വേറെ ഒന്നും ചെയ്യുന്നില്ല. കാരണം അവിടെ ഇനി വല്ലാണ്ട് കുഴിയൊക്കെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ മൂടാണ്. അപ്പോൾ അത് കൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ നേരെ മണ്ണിട്ട് മൂടാണ് നോക്കുന്നത്. ഓക്കെ, കല്ലുള്ളി കയറ്റിക്കണ അങ്ങനെ ആ കല്ലിങ്ങോട്ട് വീണു കുറച്ച്. അപ്പം കടയൊക്കെ പറിച്ച് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവസ്ഥയാണ് ഇത് കാണുന്നത്. കണ്ടില്ലേ, ഇവിടെയൊക്കെ ചേമ്പിൻ്റെ ഇതൊക്കെ മുളച്ച് വരുന്നുണ്ട്. മഴയൊക്കെ പെയ്ത് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി. ഇപ്പോൾ അവിടുത്തെ അവസ്ഥ ഇതാണ് നമ്മൾ ഫ്രണ്ടിലത്തെ അവസ്ഥ. ഇവിടെ തെങ്ങുണ്ടായിരുന്നു, അതൊക്കെ പറിച്ചിപ്പോൾ ഫ്ലാറ്റ് ചെയ്യുമ്പോൾ അവിടെ ചെറിയൊരു മരം കൊണ്ട് നട്ടിട്ടുണ്ട് ഞാൻ. ബുഷിൻ്റെ ഒരു ചെറിയൊരു മരമാണ്. ഇപ്പോൾ ഇവിടെ ഒന്നും ഓർഗനൈസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ മരങ്ങൾ ചെറിയ അവിടെ ഒക്കെ ആയിട്ട് നട്ടിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ഓർഗനൈസ് ചെയ്യാനുണ്ട്. ഇവിടെ ചെറിയ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചു. പിന്നെ ഈ മരം കളഞ്ഞില്ല, ഇത് കൂളത്തിൻ്റെ മരമാണ്, ഔഷധ മരമാണെന്നാണ് പറയുന്നത്. അമ്പലത്തേക്കൊക്കെ ഈ ഇലയാണ് കൊടുക്കുന്നത്, ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കളഞ്ഞില്ല. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഏകദേശം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ JCB കൊണ്ട് പറക്കുന്ന സംഭവങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ സൈൻ ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഏകദേശം അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഒരു JCB വ്ളോഗായിരുന്നു. JCB ഉപയോഗിച്ച് തെങ്ങും മരങ്ങളൊക്കെ പറിക്കുന്ന കാഴ്ചകളായിരുന്നു നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ JCBയുടെ അപ്പോൾ ഈ JCB വിളിച്ചിട്ട് നമുക്ക് ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3.25 മണിക്കൂറാണ് നമ്മൾ ടോട്ടൽ എടുത്തത്. 3 മണിക്കൂറും 15 മിനിറ്റാണ് ഏകദേശം എടുത്ത സമയം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് ടോട്ടൽ കോസ്റ്റ് 3300-3400 സംതിങ് ആണ് ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത്. മണിക്കൂറിന് 900 രൂപയാണ് ഇത് ഇവരുടെ ചാർജ്. പിന്നെ എക്സ്ട്രാ ഒരു ഡാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്ട്രാ 500-600 എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ എല്ലായിടക്കും 3400-3300 അറൗണ്ടാണ് ടോട്ടൽ നമുക്ക് കോസ്റ്റ് വന്നിട്ടുള്ളത്. പക്ഷേ ഓവറോൾ പറയുകയാണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മുടെ ആ സ്ഥലമൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലിയറായി കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുന്നവരെ എല്ലാവർക്കും
ടാറ്റ ബൈ ബൈ, സീ യു.